കണ്ണൂരിൽ ജയിൽ വകുപ്പ് 90 ലക്ഷം മുടക്കി നിർമ്മിച്ച കഫ്റ്റീരിയ കെട്ടിടം 5 വർഷമായി നോക്കുകുത്തി. ജയിൽ വിഭവങ്ങൾ ഇരുന്ന് കഴിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടെ വിഭാവനം ചെയ്ത കഫ്റ്റീരിയയാണ് നശിക്കുന്നത്. പാത്രങ്ങളും കസേരയും വാങ്ങാൻ ഉത്തരവില്ലാത്തതാണ് ഈ കെട്ടിടത്തിന് ശാപമോക്ഷം ഇല്ലാതാക്കിയതെന്നാണ് ആക്ഷേപം. ജയിൽ അന്തേവാസികളുടെ മനുഷ്യാധ്വാനം പൊതുസമൂഹത്തിനു കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജയിൽ വകുപ്പ് ഫ്രീഡം ഫുഡ് ഫാക്ടറികൾ തുടങ്ങിയത്. 2 രൂപയ്ക്ക് ചപ്പാത്തി നൽകിക്കൊണ്ടുള്ള ആ പദ്ധതി വലിയ ജനശ്രദ്ധ നേടുകയും ചെയ്തു. ഭക്ഷ്യ മേഖലയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കാനും ആ പദ്ധതിക്ക് കഴിഞ്ഞു. കണ്ണൂർ ഉൾപ്പെടെ 3 സെൻട്രൽ ജയിലുകളിലാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ഇവിടെ നിന്നും വാങ്ങുന്ന ചപ്പാത്തി ആയാലും ബിരിയാണി ആയാലും അത് കഴിക്കാൻ ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെയുള്ളൂ. അതിന് പരിഹാരം എന്ന രീതിയിലാണ് ജയിൽ കഫ്റ്റീരിയ തുടങ്ങാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചത്. കണ്ണൂരിലും പദ്ധതി നടപ്പാക്കി. 5 വർഷം മുമ്പ് 90 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം പണിതു. പക്ഷേ അത് നോക്കുകുത്തിയായി തുടരുകയാണിപ്പോൾ. ജയിൽ വകുപ്പിന്റെ വിപ്ലവകരമായ ഒരു ചുവടുവെപ്പായിരുന്നു 2 രൂപയുടെ ചപ്പാത്തി. അത് സൂപ്പർ ഹിറ്റായതോടെ ചിക്കൻ കറിയും ലഡുവും ബിരിയാണിയും ചിപ്സും ഒക്കെയായി ഫ്രീഡം ഫുഡ് പദ്ധതി ജയിൽ വകുപ്പിന്റെ പ്രധാന വരുമാന മാർഗമായി മാറി. ഇന്ന് കോടികളുടെ ബിസിനസ്സാണ് ജയിൽ വകുപ്പിന് ഈ ഭക്ഷ്യവിഭവങ്ങൾ. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില പിടിച്ചു നിർത്തുന്നതിന് അടക്കം ഈ വിപ്ലവകരമായ തീരുമാനത്തിന് കഴിയുകയും ചെയ്തു. ഈ ആശയം ഒന്നുകൂടി വിപുലീകരിച്ചാണ് കഫ്റ്റീരിയകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂരിൽ 2017 കഫ്റ്റീരിയക്ക് തറക്കല്ലിട്ടു. 2019 നിർമ്മിതി കേന്ദ്ര നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടം ജയിൽ വകുപ്പിന് കൈമാറി. അതായത് 5 വർഷം പിന്നിട്ടു ഈ കെട്ടിടം നിർമ്മിച്ചിട്ട്. ചെലവഴിച്ചത് 90 ലക്ഷം രൂപയും. ഇതേ കാലയളവിൽ തിരുവനന്തപുരത്ത് നിർമ്മിച്ച കഫ്റ്റീരിയ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഇരുനില കെട്ടിടം കണ്ണൂരിൽ നിർമ്മിച്ചത്. അതും പള്ളിക്കുന്നിൽ ദേശീയപാതയോട് ചേർന്ന്. ആദ്യ നിലയിൽ 50 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യം. 2ാം നിലയിൽ വിവാഹം, നിശ്ചയം എന്നിവയടക്കം നടത്താൻ പറ്റുന്ന തരത്തിൽ മിനി AC ഹാൾ. കഫ്റ്റീരിയയിൽ ബിരിയാണിക്കും ചപ്പാത്തിക്കും പുറമെ മത്സ്യവിഭവങ്ങൾ, ബീഫ്, അൽഫാം, ഗ്രിൽഡ് ചിക്കൻ, ഷവായി അങ്ങനെ വൈവിധ്യമാർന്ന ഭക്ഷണവും ഒരുക്കാനായിരുന്നു പദ്ധതി. കെട്ടിടം റെഡി. പക്ഷേ പാത്രങ്ങളും കസേരയും വാങ്ങിയില്ല. ഇതാണ് 5 വർഷമായി ഈ കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കാൻ ഇടയാക്കിയതെന്നും ആക്ഷേപമുണ്ട്. ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇതെന്ന് ഓർമ്മ വേണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ദേവദാസ് തളാപ്പ്. വൻ ലാഭത്തിലേക്ക് കുതിക്കേണ്ട ഒരു ജയിൽ കഫ്റ്റീരിയനെ ഒന്നുമല്ലാതാക്കി ഇത്രയും ലക്ഷക്കണക്കിന് കോടിയുടെ അടുത്ത് മുതലാക്കിയ ഒരു സ്ഥാപനം ഇപ്പോൾ ഒന്നുമല്ലാതെ നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ്. ഹൈവേയിലെ പോകുന്ന രാത്രിയും രാവിലെയെല്ലാം പോകുന്ന ആൾക്കാർക്ക് അത് തുറന്നു വെച്ചാലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ വൻ ഉപകാരം. എന്താ പറയുക, അടുത്തൊന്നും അത്ര ഹോട്ടലുകളൊന്നും നല്ലത് ആയിട്ട് കാണില്ല. അപ്പോൾ അവർക്ക് എഷ്യൂർഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ജയിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മായമില്ല, അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഫുഡെന്ന് മനസ്സിലുള്ള ആൾക്കാരും ജയിൽ അധികൃതരും ഉള്ളെടുത്ത് അതിനെ വേറൊരു തലത്തിലേക്ക് ജയിൽ ഫുഡ് ഹൈവേ ത്രൂ ഔട്ട് കേരളം മുഴുവൻ പ്രൊപ്പഗാൻഡ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സാമ്പിൾ ആക്കാൻ പറ്റുമേനു. ജയിൽ കഫ്റ്റീരിയൻ്റെ സക്സസ് അതില്ലാതെ അതൊരു ബാത്റൂം വെച്ച് ഇതെല്ലാം അപ്പോൾ ഹൈവേയിൽ എത്രമാത്രം ഉപകാരപ്രദമാവുന്ന ഒരു മോഡലിനെയാണ് ബിൽഡിങ്ങും എടുത്ത് AC എടുത്ത് ആനേനെ വാങ്ങി തോട്ടിയില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക്, പാത്രവും മറ്റതും വാങ്ങാനുള്ള ഇതുള്ളതുകൊണ്ടാണ് തുറക്കാത്തതെന്ന് പറയുന്ന ദയനീയ സ്ഥിതിയിലേക്ക് പോകുന്നതാണ്. അധികൃതർ ഉടനടി കണ്ണു തുറന്നേ മതിയാവുള്ളൂ. ഉടനടി അത് ഓപ്പൺ ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ അത് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.
5 വർഷത്തിലധികമായി ഈ കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കാൻ കാരണമെന്ത് എന്നതിന് വ്യക്തമായ മറുപടി അധികൃതർക്കില്ല. ഫ്രീഡം ഫുഡ് ഇനത്തിൽ കോടികളുടെ വരുമാനം ഉള്ളപ്പോൾ സർക്കാർ ഫണ്ട് പോലും കാത്തിരിക്കേണ്ട സ്ഥിതി ജയിൽ വകുപ്പിനില്ല. ഒറ്റ ഉത്തരവിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ കെടുകാര്യസ്ഥതയുടെ സ്മാരകമാക്കി അധികൃതർ മാറ്റിയത്. 90 ലക്ഷം രൂപ ജനങ്ങളുടെ നികുതി പണം അതുപയോഗിച്ചാണ് ഈ കെട്ടിടം ഇവിടെ പടുത്തുയർത്തിയത്. കെട്ടിടം നിർമ്മിച്ചത് കൊണ്ട് മാത്രം ആ പദ്ധതി നടപ്പായോ? ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതിന് ഉത്തരം പറയേണ്ടത് അധികാരികളും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.